Hello everyone, welcome to the class exponential complex function or complex exponential function. When z is a complex number, complex exponential function is defined to be fz is equal to e raised to z, where z is a complex number. So this is the definition of complex exponential function. Okay. And നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ, ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ യൂസിങ് ദിസ് ഫോർമുല ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇ റേസ് ടു എക്സിന് നമുക്കൊരു ടൈലർ സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മാക്ലോറിയൻ സീരീസ് അഥവാ ടൈലർ സീരീസ്. സോ ടൈലർ സീരീസ് അബൌട്ട് ദ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഈസ് 1 പ്ലസ് x by 1 factorial plus x square by 2 factorial plus etc. ഇതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റ എന്തായിരിക്കും? എക്സിന് പകരം ഐ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ 1 പ്ലസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇത് ഐ ആണ് കേട്ടോ, ഐ തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ തീറ്റ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ, ഞാൻ ഇവിടെ ഒരു ടേം കൂടെ എഴുതാണ്, ഐ തീറ്റ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഐ തീറ്റ ഹോൾ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ഇ റേസ് ടു ഐ തീറ്റ വരിക ബൈ ടൈലർ സീരീസ്. ദിസ് ഈസ് ബൈ ടൈലർ സീരീസ് ആണ് കേട്ടോ. സോ വിച്ച് ഈസ് ഐ സ്ക്വയർ എത്രയാണ് നമുക്കറിയാം? -1 ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഐ സ്ക്വയർ -1 ആണെങ്കിൽ ഐ തീറ്റ ഹോൾ സ്ക്വയർ എന്തായി മാറും? മൈനസ് തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇനി ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. അപ്പോൾ ഇതെന്ത് ആയി മാറും? ഐ തീറ്റ ഹോൾ ക്യൂബ് വിൽ ബി ഐ മൈനസ് ഐ തീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത ടൈം എന്ത് വരും? ഐ റേസ് ടു 4. ഐ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതെന്താ വരിക? തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെയായിരിക്കും ഈ സീരീസ് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുന്നു. 1 മൈനസ് തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഈവൻ ഡിനോമിനേറ്ററിൽ ഈവൻ നമ്പേഴ്സ് വരുന്നത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പറയുന്ന ടേംസിനെയാണ് ഒരുമിച്ച് എഴുതുന്നത്. അപ്പോൾ 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. ഇനി അടുത്തത് മൈനസ് തീറ്റ റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ ഉണ്ടാവും. പ്ലസ് ഇനി ഈ ഓഡ് ടേംസ് വരുന്നത് പോലെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് തീറ്റ ബൈ 1 ഫാക്ടോറിയൽ അല്ലേ, അതായത് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അടുത്തത് മൈനസ് ഐ തീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്തത് എന്തായിരിക്കും വരിക? തീറ്റ റേസ് ഐ റേസ് ടു 5 എന്ന് പറയുന്ന ടേമാണ് വരിക. സോ ആ ടേം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി പ്ലസ് ആയിരിക്കും വരിക കേട്ടോ. പ്ലസ് ഐ ഇൻറ്റു തീറ്റ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഐ ഇൻറ്റു തീറ്റ റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. അതായത് 1 മൈനസ് ഇനി ഇത് ശ്രദ്ധിക്കൂ, ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? ആൻഡ് ദിസ് ഈസ് എ സീരീസ് എക്സ്പാൻഷൻ ഫോർ കോസ് തീറ്റ. ഇത് കോസ് തീറ്റയുടെ നമ്മൾ ടൈലർ ആൻഡ് മാക്ലോറിയൻ സീരീസ് പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കോസ് തീറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ടൈലേഴ്സ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ മാക്ലോറിയൻ എക്സ്പാൻഷൻ എബൌട്ട് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് ഇത്. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. അത് കോസ് തീറ്റയുടെ സീരീസ് എക്സ്പാൻഷൻ ആണ്. പ്ലസ് ഇനി ഈ ടേമിലൊക്കെ ഐ കോമൺ ആണ് അല്ലേ. അപ്പോൾ ഐ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക്? തീറ്റ ബൈ 1 ഫാക്ടോറിയൽ മൈനസ് തീറ്റ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് തീറ്റ റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അതായത് കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? ഇത് നമുക്ക് മക്ലോറിയൻ സീരീസിൽ തന്നെ പഠിക്കുന്നതിന് നമുക്ക് സൈൻ തീറ്റയുടെ എക്സ്പാൻഷനാണ്, വിച്ച് ഈസ് കോൾഡ് സൈൻ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. സോ യൂസിങ് ദിസ് ഐഡിയ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ ഇ റേസ് ടു സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഈസ് ഇ റേസ് ടു സെഡ്? നോക്കൂ, ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ, സെഡിനെ നമ്മൾ എപ്പോഴും എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എഴുതുക. സോ യൂസിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ആണ്. അപ്പോൾ ഇവിടെ സമ്മിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനായി മാറും. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു വാട്ട് ഈസ് ഇ റേസ് ടു ഐ വൈ? ഇ റേസ് ടു ഐ വൈ ക്യാൻ ബി റിട്ടൺ. നമുക്ക് ഇ റേസ് ടു ഐ തീറ്റനെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതിയാൽ ഇ റേസ് ടു ഐ വൈനെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ്
അതായത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് എഴുതാം അല്ലേ, ഇവിടെ വൈ ആണ് വേരിയബിൾ. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ഇ റേസ് ടു സെറ്റ് ക്യാൻ ബി റിട്ടൺ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ, ഇ റേസ് ടു എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? നമുക്കറിയാം കോംപ്ലക്സ് ഫംഗ്ഷനെ എല്ലാ കോംപ്ലക്സ് ഫംഗ്ഷനെയും നമുക്ക് യു പ്ലസ് ഐ വി ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റുമെന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്, അതിനെയും നമ്മൾ യു പ്ലസ് ഐ വി ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. വേർ യു എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. യു വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഐ ഉള്ള ടേമാണ്, ഐ ഉള്ള ടേം ഇവിടെ ഏതാണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ് ഈസ് ഡിഫൈൻ ടു ബി ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം യു ഓഫ് എക്സ് വൈയും ഈ ടേം വി ഓഫ് എക്സ് വൈ ആയിട്ട് മാറും. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇ റേസ് ടു സെഡ് ഈസ് an entire function. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇ റേസ് ടു സെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? സോ വി നീഡ് ടു ഡിഫൈൻ വാട്ട് ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ. അപ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ അനലിറ്റിക് ഫംഗ്ഷൻ ത്രൂ ഔട്ട് ദി കോംപ്ലക്സ് പ്ലെയിൻ ഈസ് കോൾഡ് എൻറ്റയർ ഫംഗ്ഷൻ. എന്താണ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എൻറ്റയർ ഫംഗ്ഷൻസ് ആർ functions in which it is analytic throughout complex plane. ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ മുഴുവനായിട്ടും നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഏത് പോയിന്റിൽ നോക്കിയാലും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എൻറ്റയർ. മുഴുവനായിട്ടും അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിൽ എല്ലായിടത്തും അനലിറ്റിക് ആവുന്ന ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എൻറ്റയർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇ റേസ് ടു സെഡ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. എവിടെ? ത്രൂ ഔട്ട് ദി കോംപ്ലക്സ് പ്ലെയിൻ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ഓർഡർ ടു പ്രൂവ് ഇ റേസ് ടു സെഡ് ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇ റേസ് ടു സെഡ് ഈസ് അനലിറ്റിക് ത്രൂ ഔട്ട് ദി കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വി വിൽ പ്രൂവ് ഇ റേസ് ടു സെഡ് ഈസ് അനലിറ്റിക് ത്രൂ ഔട്ട് ദി കോംപ്ലക്സ് പ്ലെയിൻ. ഇനി ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? എഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ബൈ ദി ക്രൈറ്റീരിയൻ ഓഫ് അനലിറ്റിസിറ്റി വി ഹാവ് 3 കണ്ടീഷൻസ്. ഒന്ന്, എന്തൊക്കെയായിരിക്കണം? യു കോമ വി മസ്റ്റ് ബി കണ്ടിന്യൂസ്. യു ആൻഡ് വി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. 2, എന്തായിരുന്നു? അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു എക്സ് യു വൈ കോമ വി എക്സ് വി വൈ ആർ കണ്ടിന്യൂസ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. Continuous. And the third one, very important property, CR equations satisfied. So these are the properties we have to verify for proving our function e raised to z is analytic. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചാലാണ് e raised to z മുഴുവനായിട്ടും അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ e raised to z എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം. ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണെന്നതിനെ യു പ്ലസ് ഐ വിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ യു ഓഫ് എക്സ് വൈയുടെ ഡെഫിനേഷൻ വരുന്നത് ഈ ടേമാണ് ഇ റേസ് ടു എക്സ് കോസ് വൈ. വി ഓഫ് എക്സ് വൈ വിൽ ബി ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, ഇനി ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? യുവും വിയും കണ്ടിന്യൂസ് ആണോ? തീർച്ചയായിട്ടും യുവും വിയും കണ്ടിന്യൂസ് ആണ്. കാരണം ഇ റേസ് ടു എക്സ് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, റിയൽ വാല്യൂഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ആൻഡ് കോസ് വൈ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആണ്. Exponential function, real exponential function is continuous, trigonometric function is continuous, therefore their product is continuous, therefore e raised to x into cos y is continuous. അതേപോലെ e raised to x into sin y continuous ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുതാം, since e raised to x and trigonometric functions are continuous, trigonometric functions cos x and sin x, cos y and sin y are continuous, their product is also continuous. പ്രോഡക്റ്റുകളും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് കണ്ടിന്യൂസ് ആണ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയ കോസ് വൈയും സൈൻ വൈയും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റായ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സും അല്ലെങ്കിൽ കോസ് വൈയും ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയും കണ്ടിന്യൂസ് ആണ്. ദെർഫോർ യു ആൻഡ് വി ആർ കണ്ടിന്യൂസ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? അവരുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വാട്ട് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് യു എക്സ്? വി ഹാവ് ടു differentiate this function u with respect to x partially.
സോ കോസ് വൈ അവിടെ കോൺസ്റ്റൻറ്റ് ടേമാണ്, അപ്പോൾ അതിനെ അവിടെ തന്നെ നിർത്തി. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ഇനി യു വൈ നമ്മൾ ചെയ്യണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ നിർത്തി. കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, ഓർ ഐ ക്യാൻ റൈറ്റ് മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. അതുപോലെ വി എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യണം. അപ്പോൾ സൈൻ വൈ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ നിർത്തി. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ശരിയല്ലേ? അതേപോലെ വി വൈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് കാണാം, പാർഷ്യലി ആണ്. സോ ഇ റേസ് ടു എക്സ് ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ് സൈൻ വൈ ഈസ് കോസ് വൈ. ഓക്കെ, അപ്പോൾ യു എക്സ് യു വൈ വി എക്സ് വി വൈ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഇത് കണ്ടിന്യൂസ് ആണോ? എങ്ങനെ നോക്കും? നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് കണ്ടിന്യൂസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയ കോസ് വൈയും സൈൻ വൈയും കണ്ടിന്യൂസ് ആണ്. സോ സെയിം ദ റീസൺ അല്ലേ, സെയിം റീസൺ. That means product of two continuous function is always continuous. So by that reason I can say that each partial derivative is continuous, which implies ux uy and vx vy are continuous. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്തുകൂടെ കാണിച്ചാൽ മതി? നമുക്ക് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. സോ വാട്ട് ഈസ് സി ആർ ഇക്വേഷൻ? വി ഹാവ് ടു വെരിഫൈ യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. സോ വാട്ട് ഈസ് യു എക്സ്? യു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. അത് തന്നെയാണോ വി വൈ? നോക്കൂ, വി വൈയും ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് വി വൈ എന്നും എഴുതാം. സോ ദാറ്റ് വി ഗെറ്റ് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. അതേപോലെ യു വൈ എന്താ നമുക്കുള്ളത്? വാട്ട് ഈസ് യു വൈ? മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ് യു വൈ. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈന് എനിക്ക് എന്ത് കൊടുക്കാം? വി എക്സ് എന്ന് കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. സോ ദീസ് ആർ ദി സി ആർ ഇക്വേഷൻസ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, വിച്ച് ഇംപ്ലൈസ് യു ആൻഡ് വി സാറ്റിസ്ഫൈസ് സി ആർ ഇക്വേഷൻസ്, Cauchy-Riemann equations. So by criterion of analytic functions എന്ത് പറയാം? നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. എഫ് സെറ്റ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. എവിടെ അനലിറ്റിക് ആണ്? എവിടേക്കാണോ Cauchy-Riemann ഇക്വേഷൻസും ഇവരുടെ കണ്ടിന്യൂറ്റിയും ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുന്നത് അവിടെയെല്ലാം അനലിറ്റിക് ആണ്. അപ്പോൾ നമുക്കറിയാലോ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. അതുപോലെ കോസ് വൈ സൈൻ വൈയും എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഇവിടെ പ്രോഡക്റ്റും എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കിയേ, എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് തന്നെയാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോംപ്ലക്സ് പ്ലെയിനിൽ മുഴുവനായിട്ടും ഈ മൂന്ന് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നു ഫോർ ദ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് സെറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ഈസ് അനലിറ്റിക് ത്രൂ ഔട്ട് ദി കോംപ്ലക്സ് പ്ലെയിൻ. So that kinds of functions are called entire function, which implies e raised to z is an entire function. This is a very important question in complex. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. Now we will discuss some properties of exponential function, complex exponential function e raised to z. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഡി ബൈ ഡി സെഡ് ഓഫ് ഇ റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ്. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ. നമ്മൾ സാധാരണ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറില്ല ഇ റേസ് ടു എക്സ് ആണെന്ന്. അതേപോലെ എക്സിന് പകരം എക്സ് ഇവിടെ എന്താ? റിയൽ ആണ്. ഇവിടെ സെഡ് എന്താ? കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ് കേട്ടോ. ഇ റേസ് ടു എക്സ് അല്ല ഇ റേസ് ടു സെഡ്. സെഡ് കോംപ്ലക്സ് നമ്പർ ആവുന്ന സമയത്ത് ഇ റേസ് ടു സെഡ് വേറെ തന്നെ ഒരാളാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഇത് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണ്, ഇത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലാണ്. അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അങ്ങനെ തന്നെ പറയാം. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? സോ വി ഹാവ് വെൻ യു ഹാവ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ, നമുക്കൊരു അനലിറ്റിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇഫ് എഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടത്? യു എക്സ് പ്ലസ് ഐ വി എക്സ് അല്ലെങ്കിൽ വി വൈ മൈനസ് ഐ യു വൈ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സിൻസ് ഇ റേസ് ടു സെഡ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ആൾസോ അനലിറ്റിക് അല്ലേ? എൻറ്റയർ ഫംഗ്ഷൻ ആണ് ഇ റേസ് ടു സെഡ്. ദെർഫോർ ഇറ്റ് ഈസ് അനലിറ്റിക്. ദെർഫോർ ഇ റേസ് ടു സെഡ് ഈസ് അനലിറ്റിക്. വെൻ ദറ്റ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്, ഇറ്റ്സ് ഡെറിവേറ്റീവ് അല്ലേ, ഇറ്റ്സ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി സെഡ് ഓഫ് ഇ റേസ് ടു സെഡ് വിൽ ബി ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്.
അതായത് യു എക്സ് എത്രയാണ്? ഞാനത് വീണ്ടും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇ റേസ് ടു എക്സിൻ്റെ കാര്യങ്ങൾ, അതായത് ഇ റേസ് ടു സെഡിൻ്റെ കാര്യങ്ങൾ. അവിടെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു യു ഓഫ് എക്സ് വൈ ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. അതുകൊണ്ട് യു എക്സ് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. സോ ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ് യു എക്സ്. പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വേണം. വാട്ട് ഈസ് വി എക്സ്? വി ഇതാണ്. വി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? ഇത് ആക്ച്വലി ഇ റേസ് ടു സെഡിൻ്റെ തന്നെ ഇക്വേഷൻ ആണ്. എന്താ നോക്കിയേ, ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? ഇ റേസ് ടു സെഡ് തന്നെയാണ്. അപ്പോൾ യു എക്സ് പ്ലസ് ഐ വി എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു സെഡ് തന്നെയാണ്. ദെർഫോർ ഡെറിവേറ്റീവ് ഓഫ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ആൾസോ ഇറ്റ് സെൽഫ്. അത് തന്നെയാണ് കിട്ടുന്നത്. ഇ റേസ് ടു സെഡ് എക്സ് എന്ന് എഴുതരുത്, തെറ്റാണത്. ഇത് സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ്. So next we have to verify the property e raised to z1 plus z2 equal to e raised to z1 into e raised to z2. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് എക്സ്പോണൻഷ്യൽ പവർ സമ്മാണെങ്കിൽ, പവറിൽ സമ്മാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ? അപ്പോൾ ഈ z1 z2 ഒക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ്. സോ ഐ ടേക്ക് ലെറ്റ് z1 എന്ന് പറയുന്നത് x1 പ്ലസ് ഐ y1 പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നും z2 എന്ന് പറയുന്നത് x2 പ്ലസ് ഐ y2 എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണെന്നും ഞാൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ടേക്ക് ദ ഫംഗ്ഷൻ എഫ് സെഡ് ഇസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ് ആണ് കേട്ടോ. ടേക്ക് എഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് വൺ എന്തായിരിക്കും? ഇ റേസ് ടു സെഡ് വൺ. വാട്ട് ഈസ് ഇ റേസ് ടു സെഡ് വൺ? ഇ റേസ് ടു എക്സ് വൺ പ്ലസ് ഐ വൈ വൺ. അതായത് ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു കോസ് വൈ വൺ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു സൈൻ വൈ വൺ. ഇങ്ങനെ എഴുതണം. ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഇ റേസ് ടു സെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ടു എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് ടു ഇ റേസ് ടു സെഡ് ടു ആയിരിക്കും. വാട്ട് ഈസ് ഇ റേസ് ടു സെഡ് ടു? ഇ റേസ് ടു എക്സ് ടു പ്ലസ് ഐ വൈ ടു. ഇതിന് നമ്മൾ എങ്ങനെ എഴുതുക? തൊട്ട് മുമ്പിൽ പറഞ്ഞതേ ഉള്ളൂ, ഇ റേസ് ടു എക്സ് ടു ഇൻറ്റു കോസ് വൈ ടു. ഇവിടെ ഇ റേസ് ടു എക്സ് ടു ഇൻറ്റു കോസ് വൈ ടു പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു ഇൻറ്റു സൈൻ വൈ ടു. ഇങ്ങനെയാണ് എഫ് ഓഫ് സെഡ് വണ്ണും എഫ് ഓഫ് സെഡ് ടുവും കണ്ടുപിടിക്കുന്നത് യൂസിങ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ യു ഫൈൻഡ് ഔട്ട് എഫ് ഓഫ് സെഡ് വൺ ഇൻറ്റു എഫ് ഓഫ് സെഡ് ടു. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇ റേസ് ടു സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു സെഡ് ടു ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതെന്താ ചെയ്യേണ്ടത്? ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു കോസ് വൈ വൺ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ വൺ മൾട്ടിപ്ലിക്കേഷൻ ഇ റേസ് ടു എക്സ് ടു കോസ് വൈ ടു പ്ലസ് ഐ ഇ റേസ് ടു എക്സ് ടു സൈൻ വൈ ടു. സോ ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദീസ് ടു ടേംസ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു കോസ് വൈ വൺ കോസ് വൈ ടു, ഈ ടേം ഇൻറ്റു ഈ ടേം, പ്ലസ് ഈ ടേം ഇൻറ്റു ഈ ടേം ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൺ ഇ റേസ് ടു എക്സ് ടു കോസ് വൈ വൺ സൈൻ വൈ ടു. ഇനി ഈ ടേം കൊണ്ട് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഇ റേസ് ടു, ഇതൊക്കെ എക്സ് വൺ ആണ്, ഈ രണ്ട് ടേം എക്സ് വൺ ആണ്, ഇ റേസ് ടു എക്സ് വൺ ഇ റേസ് ടു എക്സ് ടു സൈൻ വൈ വൺ കോസ് വൈ ടു പ്ലസ് ഐ ഇൻറ്റു ഐ വിച്ച് ഈസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് കേട്ടോ. ഐ സ്ക്വയർ ഇ റേസ് ടു എക്സ് വൺ ഇ റേസ് ടു എക്സ് ടു സൈൻ വൈ വൺ സൈൻ വൈ ടു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഉള്ള ടേംസും ഐ ഇല്ലാത്ത ടേംസും നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഐ സ്ക്വയർ ഈസ് മൈനസ് വൺ ആണ്. അപ്പോൾ ഈ ടേമിൽ ഐ ഇനി ഉണ്ടാവില്ല, കാരണം ഐ സ്ക്വയർ മൈനസ് വൺ ആയിട്ട് ഇത് പോയിണ്ടാവില്ലേ. ഈ രണ്ട് ടേമിലാണ് ഐ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐ ഇല്ലാത്ത ടേംസ് ആദ്യം ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ടേംസ് ആയിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഐ ഇല്ലാത്ത ടേംസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ടുമല്ലേ വരിക. ഇത് രണ്ടിലും ഏത് ടേമാണ് കോമൺ ആയിട്ട് വരുന്നത്? ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു. സോ ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു ഇസ് ടേക്കൺ ആസ് കോമൺ ടേം. ദെൻ ഇവിടെ ഉള്ളത് കോസ് വൈ വൺ കോസ് വൈ ടു മൈനസ്, ഈ മൈനസ് എങ്ങനെയാണ് വന്നത്? ഐ സ്ക്വയർ മൈനസ് വൺ ആണ്, ആ മൈനസ് ആണ് ഇത് കേട്ടോ. മൈനസ് ഇ റേസ് ടു എക്സ് വൺ എക്സ് ടു ഇസ് ടേക്കൺ ഔട്ട് സൈഡ്. ദെൻ വി ഹാവ് സൈൻ വൈ വൺ സൈൻ വൈ ടു. ഇനി ഐ ഉള്ള ടേംസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഇത് രണ്ട് ടേംസ് ആണ്. ഇതിലും കോമൺ ആയിട്ട് ഇ റേസ് ടു എക്സ് വൺ ഇ റേസ് ടു എക്സ് ടു ഉണ്ട്. സോ ഇ റേസ് ടു എക്സ് വൺ ഇ റേസ് ടു എക്സ് ടു ഇൻറ്റു വാട്ട് യു ഹാവ് കോസ് വൈ വൺ സൈൻ വൈ ടു പ്ലസ് സൈൻ വൈ വൺ കോസ് വൈ ടു. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കാരണം
സെഡിനാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സെഡാണ് കോംപ്ലക്സ് നമ്പർ. ഓൾറെഡി നമുക്ക് e⁻x1 + e⁻x2 എന്ന് പറയുന്ന ടേം നമുക്ക് അറിയാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? e⁻x1 + x2. ഇത് നമ്മൾ ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതാണ്. എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ ഇത് ഓൾറെഡി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്കിത് അറിയാം. പക്ഷേ സെഡിൻ്റെ കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം ഞാൻ എന്തെഴുതി? e⁻x1 + x2 ബിക്കോസ് ഓഫ് x1 ആൻഡ് x2 ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ. ഇനി ഇതെന്തിൻ്റെ ഫോർമുലയാണ്? cos A cos B - sin A sin B. cos A cos B - sin A sin B is a formula of cos of A plus B അല്ലേ? അപ്പോൾ അത് cos of A plus B ആണ് എഴുതേണ്ടത്. ഇവിടെ എയും ബിയും ആരാ? y1 ഉം y2. സോ cos of y1 + y2 പ്ലസ് i ഇൻറ്റു e⁻, ഇതിനെങ്ങനെ എഴുതാം? x1 + x2 എന്ന് എഴുതാം. ദിസ് ഈസ് cos A sin B + sin A cos B. ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? sin of A plus ബിയുടെ ഫോർമുലയാണ്. ദാറ്റ് ഈസ് sin of വാട്ട് ഈസ് A? y1, b y2 അല്ലേ? അപ്പോൾ e⁻x1 + x2 ഇൻറ്റു cos ഓഫ് സം ആംഗിൾ പ്ലസ് i ഇൻറ്റു e⁻x1 x2 പ്ലസ് sin ഓഫ് സം ആംഗിൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് e⁻z1 ഇൻറ്റു e⁻z2 കിട്ടുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഓക്കെ. നമുക്ക് Z1 ഉണ്ടല്ലോ, ഇതാണ് Z1, ഇതാണ് Z2. Z1 ഉം Z2 ഉണ്ടെങ്കിൽ വാട്ട് ഈസ് Z1 + Z2? Z1 + Z2 എന്താണ്? x1 + iy1 പ്ലസ് x2 + iy2 ആണ്. ഇത് രണ്ടും സമ്മപ്പ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? x1 + x2 പ്ലസ് i ഇൻറ്റു y1 + y2. റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ Z1 + Z2 വിൽ ബിക്കം x1 + x2 പ്ലസ് i ഇൻറ്റു y1 + y2 എന്നായി മാറും. ദെൻ യു ഫൈൻഡ് ഔട്ട് e⁻z1 + z2. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമുക്കിത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ കണ്ടുപിടിച്ച് രണ്ടും ഒരേ വാല്യൂ ആണെന്ന് കിട്ടിയാൽ വി ക്യാൻ സേ ദേ ആർ ഈക്വൽ അല്ലേ? അപ്പോൾ ഇനി e⁻z1 + z2 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? വെൻ യു ഹാവ് എ കോംപ്ലക്സ് നമ്പർ x + iy ദെൻ e⁻z വിൽ ബിക്കം e⁻x ഇൻറ്റു എന്തായിരുന്നു? cos θ പ്ലസ് i ഇൻറ്റു e⁻x ഇൻറ്റു sin θ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ഇതിന് ചെയ്യാനുള്ള ഫോർമുല എന്തായിരിക്കും? e⁻z ആണെങ്കിൽ e⁻x ആണ് എഴുതുക, അതായത് സെഡിൻ്റെ റിയൽ പാർട്ട്. ഇവിടെ z അല്ല, പകരം Z1 + Z2 ആണ്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എഴുതണം. അതിൻ്റെ റിയൽ പാർട്ട് ഏതാ? x1 + x2. റെഡി? ഇനി എന്ത് വേണം? cos y എന്നാണ് നമ്മൾ എഴുതുക. y എന്താണ്? z = x + iy ആണെങ്കിൽ ആ y ആണ് നമ്മളിവിടെ എഴുതുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ടേം z അല്ല, Z1 + Z2 ആണ്. അപ്പോൾ അതിൻ്റെ y എന്താണ്? y1 + y2 ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ y1 + y2. ഓക്കെ. പ്ലസ് i ഇൻറ്റു എഗെയിൻ e⁻x. ഇവിടെ x എഴുതാൻ കഴിയില്ല, x1 + x2 എഴുതണം. കാരണം നമ്മുടെ നമ്മുടെ എലമെൻറ്റ് Z1 + Z2 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് x-ന് പകരം എന്ത് എഴുതണം? x1 + x2 എഴുതണം. സൈൻ y ആണ് എഴുതേണ്ടത്. ഇവിടെ y എഴുതാൻ കഴിയില്ല, പകരം y1 + y2. സോ ദിസ് ഈസ് e⁻z1 + z2 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ? നോക്കൂ, അതെ, ഇത് രണ്ടും സെയിം ആണ്. ഇക്വേഷൻ 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ കമ്പയറിംഗ് 1 and 2 we will have e⁻z1 into e⁻z2 will be equal to e⁻z1 + z2. Okay. Next property, e⁻z1 divided by e⁻z2 equal to e⁻z1 - z2. അപ്പോൾ ഇത് സെയിം പ്രീവിയസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. Z1 ഉം Z2 ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വി വിൽ ഫൈൻഡ് ഔട്ട്. വി ഹാവ് Z1 = x1 + iy1 ആണ്. Z2 = x2 + iy2 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് Z1 - Z2? Z1 - Z2 വിൽ ബി x1 - x2 പ്ലസ് i ഇൻറ്റു y1 - y2 ആയിരിക്കും. കോംപ്ലക്സ് ഓപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ വി ഫൈൻഡ് ഔട്ട് e⁻z1 - z2. എങ്ങനെയാണ് നമ്മൾ എഴുതുക? z = x + iy ആണെങ്കിൽ e⁻z എന്ന് പറയുന്നത് e⁻x ഇൻറ്റു cos y പ്ലസ് e⁻x sin y ആണ്. ഇത് ഓർത്തിരിക്കുക നിങ്ങൾ. അപ്പോൾ ബൈ ദാറ്റ് ഐഡിയ ഇതാണ് എൻ്റെ z എന്ന് വിചാരിക്കൂ. എങ്ങനെയാണ് e⁻z1 - z2 എഴുതുക? e⁻x എഴുതണം. z = x + iy ആണെങ്കിൽ e⁻x എഴുതണം. ഇവിടെ എക്സിന് പകരം ഏതാ? x അല്ലല്ലോ, x1 - x2 പ്ലസ് iy1 - y2 അല്ലേ? അപ്പോൾ എക്സിന് പകരം ഇതും വൈക്ക് പകരം ഇതും വെച്ച് എഴുതണം. അപ്പോൾ e⁻x1 - x2 cos y എന്താണ് ഇവിടെ? ഇതാണ് y1 - y2 പ്ലസ് i ഇൻറ്റു e⁻x1 - x2 sin y1 - y2. ഇതായിരിക്കും e⁻z1 - z2. ഇത് നമുക്കറിയാം. സപ്പോസ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1.
ഇനി നമ്മൾ ഇ റേസ് ടു സെഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ഇ റേസ് ടു സെഡ് വൺ? ഇ റേസ് ടു സെഡ് വൺ വിൽ ബിക്കം സെഡ് വൺ. നോക്ക്, ഇതാണ് സെഡ് വൺ. അപ്പോൾ ഇ റേസ് ടു സെഡ് വൺ എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു കോസ് വൈ വൺ. ഇവിടുത്തെ റിയലും ഇമാജിനറി നോക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൺ സൈൻ വൈ വൺ. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു സെഡ് ടു എന്ന് പറയൂ. ഇ റേസ് ടു സെഡ് ടു എന്തായിരിക്കും? ഇതെവിടെ നോക്കി പറയാം. ഇ റേസ് ടു എക്സ് ടു കോസ് വൈ ടു. എക്സ് ടു വൈ ടു ആണ് ഇവിടെ ഉള്ളത്. പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു സൈൻ വൈ ടു ആണ്. ദെൻ യു മൾട്ടിപ്ലൈ ഇ റേസ് ടു സെഡ് വൺ divided by e raised to z2. This can be written e raised to z1 into e raised to minus z2. അങ്ങനെ എഴുതാം. കാരണം എന്താ, നമ്മൾ ഇങ്ങനെ എഴുതില്ലേ, 1/e⁻x ആണെങ്കിൽ e⁻−x എന്ന് എഴുതാറില്ലേ? അതേപോലെ ഞാൻ 1/e⁻z2 ഞാൻ e⁻−z2 എന്ന് എഴുതി അല്ലേ. പവർ ഡിനോമിനേറ്റർ ആണെങ്കിൽ പവർ മേലെയാക്കി എഴുതുമ്പോൾ നെഗറ്റീവ് കൊടുത്ത് എഴുതണമല്ലോ. അപ്പോൾ അതിനിങ്ങനെ എഴുതി. സോ ദിസ് വിൽ ബിക്കം e⁻−z2 ആണിത്. e⁻−z2 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? വി ഹാവ് e⁻z2 വിൽ ബി ദിസ് അല്ലേ. ശ്രദ്ധിക്കാം, വി ഹാവ് z2 എന്തായിരുന്നു? x2 പ്ലസ് i/2 ആയിരുന്നു. അപ്പോൾ -z2 എന്തായിരിക്കും? -x2 പ്ലസ് i ഇൻറ്റു -y2 ആയിരിക്കും. ശരിയല്ലേ? നോക്കൂ, x2 ഇതാണെങ്കിൽ z2 ഇതാണെങ്കിൽ -z2 എങ്ങനെയാണ് കാണുക? ഓരോ ടേമിലും മൈനസ് അപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബി -z2. അപ്പോൾ e⁻−z2 എന്തായിരിക്കും? നിങ്ങൾ പറയൂ. ഇതിന് x എന്നും ഇതിനെ y എന്നും എടുത്തിട്ട് വേണം പറയാൻ. e⁻x ഇൻറ്റു, അതായത് e⁻−x2 ഇൻറ്റു കോസ് ഓഫ് -y2. ഈ മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലസ് i ഇൻറ്റു e⁻−x2 ഇൻറ്റു സൈൻ ഓഫ് -y2. ഇങ്ങനെ എഴുതണ്ടേ? ഓക്കെ, ദാറ്റ് ഈസ് e⁻−z2 ഈക്വൽ ടു e⁻−x2 ഇൻറ്റു കോസ് ഓഫ് -y2 ആണിത്. കോസ് ഓഫ് -y2 എന്ന് പറഞ്ഞാൽ കോസ് y2 എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ? വി ഹാവ് കോസ് ഓഫ് -θ ഈക്വൽ ടു കോസ് θ. Okay, since cos of -θ will be equal to cos θ, therefore cos of -y2 can be written cos y2 plus I into e⁻−x2 into sin of -θ. What is sin of -θ? Which is minus sin θ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണം? മൈനസ് sin y2 എന്ന് എഴുതണം. So e⁻−x2 cos y2 plus e plus into minus will become minus here I into e⁻−x2 into sin y2. ഇതായിരിക്കും e⁻−z2. ക്ലിയർ? ശ്രദ്ധിക്കണേ, ഇതാണ് e⁻−z2. അപ്പോൾ ഞാനിവിടെ e⁻z1 പകരം ഇത് കൊടുക്കാം, e⁻−z2 പകരം ഇത് കൊടുക്കാം. സോ അപ്ലൈയിങ് ദീസ് വാല്യൂസ് ഐ വിൽ ഗെറ്റ് e⁻x1 cos y1 plus I into e⁻x1 sin y1. This is e⁻z1 into e⁻−z2 വേണ്ടേ? വാട്ട് ഈസ് e⁻−z2? ഇതാണ് e⁻−x2 ഇൻറ്റു കോസ് y2 മൈനസ് I ഇൻറ്റു e⁻−x ഇൻറ്റു സൈൻ y2. ഓക്കെ, ദെൻ നമ്മളിത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓരോ ടേമും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഇൻറ്റു ദിസ് വൺ. സോ വി വിൽ ഗെറ്റ് e⁻x1 e⁻−x2 കോസ് y1 കോസ് y2. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇനി ഇതും ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ബി മൈനസ് I ഇൻറ്റു e⁻x1 e⁻−x2 കോസ് y1 സൈൻ y2. അപ്പോൾ ഈ ടേം കൊണ്ട് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞു. പ്ലസ് അടുത്തത് ഈ ടേം കൊണ്ട് ചെയ്യണം. I ഇൻറ്റു e⁻x1 e⁻−x2, ഇവിടെ ഒരു സൈൻ y1, ഇവിടെ ഒരു കോസ് y2. പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്, I ഇൻറ്റു I ഈസ് I സ്ക്വയർ. I സ്ക്വയർ -1 ആണ് കേട്ടോ. e⁻x1 e⁻−x2 സൈൻ y1 സൈൻ y2. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു e⁻x1 e⁻−x2. ഇവിടെ ഇൻറ്റു ആണ്. x1 x2 എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം e⁻x ഇൻറ്റു e⁻y എന്ന് പറഞ്ഞാൽ e⁻x പ്ലസ് y ആണെന്ന് നമുക്കറിയാം. സോ യൂസിങ് ദാറ്റ് വി വിൽ ഗെറ്റ് e⁻x1 - x2. ഓക്കെ, കോസ് y1 കോസ് y2 മൈനസ് I ഇൻറ്റു e⁻x1 - x2 കോസ് y1 സൈൻ y2. അടുത്ത ടേം പ്ലസ് I ഇൻറ്റു e⁻x1 - x2 സൈൻ y1 കോസ് y2. അടുത്ത ടേം മൈനസ് വിൽ ബി ഹിയർ. I സ്ക്വയർ is -1, so -1 into minus will be plus e⁻x1 - x2
സൈൻ y1 സൈൻ y2. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഐ ഇല്ലാത്ത ടേംസൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഐ ഉള്ള ടേംസൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ ഐ ഇല്ലാത്ത ടേംസ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആണ്. അതിൽ രണ്ടിലും കോമൺ ടേമാണ് e⁻x1 - x2. ഓക്കെ, e⁻x1 - x2 കോമൺ ആണ്. ബാക്കിയുള്ളത് പറയൂ. കോസ് y1 കോസ് y2 പ്ലസ് സൈൻ y1 സൈൻ y2. ഇതാണ് ഫസ്റ്റ് ടേം. പ്ലസ് ഇത് രണ്ടിലും ഐ ഉണ്ട് അല്ലേ? അപ്പോൾ ഐ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ബാക്കി എന്തൊക്കെ ടേംസ് ഉണ്ട്? ഐ ടേക്കൺ ഔട്ട് സൈഡ് ആണ്. പിന്നെ എന്തുകൂടി ഉണ്ടാവും? രണ്ടിലും കോമൺ ആയിട്ട് e⁻x1 - x2 ഉണ്ട്, അതും ടേക്കൺ ഔട്ട് സൈഡ് ആണ്. അപ്പോൾ ഉള്ളിൽ പിന്നെ എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് ടേം ഇത് എഴുതാം, കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം എഴുതുന്നു. സൈൻ y1 കോസ് y2 മൈനസ് കോസ് y1 സൈൻ y2. So which is equal to e⁻x1 - x2. What is this? Cos A cos B plus sin A sin B. ഈ ഫോർമുല നിങ്ങൾ കേട്ടിട്ടില്ലേ? cos A cos B plus sin A sin B എന്ന് പറയുന്നത് cos of A minus B ആണ്. So which is cos of A പറഞ്ഞാൽ y1, B എന്ന് പറഞ്ഞാൽ y2. So cos of y1 minus y2 plus I into e⁻x1 - x2 into sin A cos B minus cos A sin B. ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? ദിസ് ഫോർമുല ഈസ് സൈൻ ഓഫ് എ മൈനസ് ബിയുടെ ഫോർമുലയാണ്. സോ സൈൻ ഓഫ് y1 മൈനസ് y2 എന്നാണ് കിട്ടുക. ഇത് തന്നെയല്ലേ ഇക്വേഷൻ 1 നമ്മൾ എഴുതിയിരിക്കുന്നത്? നോക്കിയാട്ടെ. e⁻x1 - x2 cos y1 minus y2 plus I e⁻x1 - x2 e⁻x1 - x2 sin y1 minus y2. So from equation 1 and 2, right sides are equal, therefore left side must be equal. What is left side here? Equation 1 left side നമുക്കുണ്ട് e⁻z1 minus z2. ഇനി equation 2 right side ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? ഇത് എന്താണ് നമ്മൾ സോൾവ് ചെയ്ത് വന്നത്? which is e⁻z1 by e⁻z2. So e⁻z1 by e⁻z. So that we proved the result. Okay.